ഇന്നൊരു തുളസിമാല കോർക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുളസി ചെടി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ചെടിയാണ്. പിന്നെ ഏറ്റവും പവിത്രമായ ഒരു ചെടിയുമാണ് തുളസി ചെടി. നമ്മുടെ വീടുകളിൽ മിക്ക വീടുകളിലും ഒരു തുളസി തൈയെങ്കിലും നട്ടു വളർത്താത്തവരില്ല. തുളസി ചെടിയെ വൃന്ദ എന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ശാരീരിക അവതാരമാണ് തുളസി ചെടി. അതുപോലെ തന്നെ വൈഷ്ണവർ ഏറ്റവും കൂടുതൽ ഭഗവാനെ വിഷ്ണു മന്ത്രം ചൊല്ലി പ്രീതിപ്പെടുത്തുന്നത് ഈ തുളസി ദളങ്ങൾ അർപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി തുളസി തൈ ഉണ്ടായിരുന്നു. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ടായിരുന്നു. കൃഷ്ണ തുളസി ഉണ്ടായിരുന്നു, രാമതുളസി ഉണ്ടായിരുന്നു, ഈ വെള്ള തുളസിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തുളസി വനം എന്നാണ് പറയുന്നത്. ഓരോരുത്തരാണെങ്കിൽ വരുന്നവരെല്ലാം കണ്ണിട്ടിട്ടാണ് പോകുന്നത്. വെച്ചാൽ കാട് പോലായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അത് ഫുള്ളും പോയി. പിന്നെ ഞാൻ ഓരോ വീട്ടിലും തുളസി തൈ എടുത്തുകൊണ്ട് വന്ന് നടും, പക്ഷേ കിളിക്കത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഭഗവാനുമായിട്ട് കൂടുതൽ ഒരിടയ്ക്ക് വെച്ച് വിളക്കൊന്നും കത്തിക്കത്തില്ല, വിളക്ക് കത്തിക്കും, നാമം ജപിക്കത്തില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നു. ഭഗവാനുമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കുറേ അനുഭവിച്ചു. കുറേ അനുഭവിച്ചു. ഇപ്പോൾ പിന്നെ ഞാൻ പണ്ടത്തെ പോലെ തന്നെ ബ്രഹ്മയാമത്തിലൊക്കെ എഴുന്നേറ്റ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് 2 നേരവും കുളിച്ച് നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനുമായിട്ട് കൂടുതൽ അടുത്തു. അപ്പോൾ കുറേ തുളസി തന്നെത്താനാണ് ഇവിടെ കിളിച്ച് വന്നത്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഗ്രോ ബാഗിനകത്ത്, അതൊക്കെ കുറേ കിളിച്ച് വന്നിട്ടുണ്ട്. തുളസി കിളിച്ച് വന്നു, പിന്നെ മുക്കുറ്റി, കറുക, അങ്ങനെ ശംഖുപുഷ്പം, അങ്ങനെ കുറേ പൂക്കളും തുളസികളൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭഗവാനായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. പിന്നെ എല്ലാ വ്യാഴാഴ്ച ദിവസവും ഒരു പിടി തുളസി ഇലയെങ്കിലും എടുത്തിട്ട് നമ്മൾ ഒന്നെങ്കിലും മാല കെട്ടിയിടണം. കുഞ്ഞു മാലയാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മാല കെട്ടാൻ പറ്റത്തില്ലെങ്കിൽ തുളസീദളം ഭഗവാൻ അർപ്പിക്കണം. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ഭഗവാന്റെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിലും ഇടാം. ഈ ദിവസം പ്രാധാന്യമാണ്, അതുകൊണ്ട് വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല മനസ്സോടെ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ വേണ്ടി ഭഗവാന് പറഞ്ഞിട്ട് ഈ മാല എല്ലാ വ്യാഴാഴ്ചയും കെട്ടിക്കിടുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നില്ലെങ്കിലും 10 ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ഒരു 5 ആഗ്രഹങ്ങളിലും നമുക്ക് സാധിച്ചു തരും കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെയാണ് കേട്ടോ. പൂക്കൾ പറിച്ച് അല്ലെങ്കിൽ തുളസി അല്ലെങ്കിൽ ഏതെങ്കിലും പൂ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ലൂസായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ കെട്ടിയാണ് എല്ലാ അമ്പലങ്ങളിൽ പോകുമ്പോൾ കൊടുക്കാറ്. പിന്നെ സപ്താഹമൊക്കെ സമയത്ത്, രാമായണ സമയത്തൊക്കെ ഞാൻ അമ്പലങ്ങളിൽ ഇങ്ങനെ കൊടുക്കാറ്. ഞാൻ തന്നെ കെട്ടിക്കൊടുക്കുന്ന മാലയാണ് കേട്ടോ. എനിക്ക് വാങ്ങിച്ച് കൊടുക്കുന്ന മാലയിൽ അത്ര തൃപ്തിയില്ല. അപ്പോൾ ഈ മാല കുഞ്ഞായിട്ട് അടുക്കിയാണ് ഞാൻ കെട്ടിയത്. ഇത് ഞാൻ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ കൊടുക്കാനാണ് കേട്ടോ. നമ്മുടെ കോഴഞ്ചേരി തന്നെ കടയുടെ അടുത്ത് ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ അവിടെ കൊടുക്കാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ.